ദ വാല്യൂ ഓഫ് വർക്ക് അല്ലേ, നമ്മുടെ 13th ചാപ്റ്റർ. വാല്യൂ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയുടെ മൂല്യം. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി അല്ലേ. ദ വാല്യൂ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ 2 കുട്ടികളുണ്ട് അല്ലേ, ഒരു ഗേളും ബോയ് ഉണ്ട്. അനു ആൻഡ് കബീർ. അനു ആൻഡ് കബീർ ആണ് കേട്ടോ. സോ അനു ആൻഡ് കബീർ were playing in the park when they saw their neighbor. അവർ പാർക്കിൽ കളിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ നൈബറിനെ അവർ കാണുന്നു. ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ ടാക്സി, ഒരു ടാക്സിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് അവർ കാണുന്നു. ഷി വാസ് റിട്ടേണിങ് ഹോം ഫ്രം വർക്ക് ആൻഡ് വാസ് ഇൻ ഹെർ യൂണിഫോം. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അവർ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. എ പൈലറ്റ് ഇൻ ദ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു പൈലറ്റാണ്. യെസ് അല്ലെ, വിമാനം ഓടിക്കുന്ന ആളാണ്. ഷീ ഈസ് ദ പ്രൈഡ് ഓഫ് ദി ഹോൾ ടൗൺ. നമ്മുടെ ടൗണിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് അവർ. ഓക്കെ, സോ ഹിയർ അവൾ അനു കബീറിനോട് പറയാണ്, കബീർ, ആൻഡീസ് യൂണിഫോം ലുക്സ് എ ലോട്ട് ലൈക്ക് ദ വൺസ് ഐ സോ അറ്റ് യുവർ ഹൗസ് യെസ്റ്റർഡേ ബട്ട് ദ കളർ ഈസ് ഡിഫറെൻറ്റ്. കബീറിനോട് പറയാണ്, കബീർ, ആൻറ്റിയുടെ യൂണിഫോം ഞാൻ നിൻ്റെ വീട്ടിൽ ഇന്നലെ ഇതുപോലത്തെ ഒരു യൂണിഫോം നിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഇതിൻ്റെ കളർ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഹൂ ദെൻ അപ്പം കബീർ പറയാണ്, ദ യൂണിഫോം ഓൺ ദി ഹാങ്ങർ ബിലോങ്സ് ടു മൈ ഗ്രാൻഡ് ഫാദർ. ഇന്നലെ ഹാങ്ങറിൽ തൂങ്ങിയിരുന്ന ആ യൂണിഫോം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആണ്. ഹി റിട്ടയർഡ് ഫ്രം ദി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആൻഡ് നൗ സ്പെൻഡ്സ് ഹിസ് ടൈം. അദ്ദേഹം ബോർഡറിൽ അതിർത്തിയിലെ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരുന്നു. ഓക്കെ, ആൻഡ് നൗ സ്പെൻഡ്സ് ഹിസ് ടൈം. ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഹിയർ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പിക്ചറിൽ നമ്മുടെ കബീറിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്, പ്രൊവൈഡിങ് ഫ്രീ ജിയോഗ്രഫി ക്ലാസ്സസ് ടു ദ നൈബർഹുഡ് കിഡ്സ്. അടുത്തുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എന്തെടുക്കുന്നുണ്ട്, ജിയോഗ്രഫി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ ടെൻഡിങ് ടു അവർ വെജിറ്റബിൾ ഗാർഡൻ ആൻഡ് റണ്ണിങ് എറൻഡ്സ് ഫോർ ദി ഹോം. സോ ഹിയർ ഈ 3 പിക്ചറിലും ഗ്രാൻഡ് പ ചെയ്യുന്ന ജോലികളാണ് കാണിക്കുന്നത്. ആദ്യം കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ദെൻ തോട്ടത്തിൽ എന്താണ് പച്ചക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അത് ടെൻഡിങ് മീൻസ് കെയർ ചെയ്യുന്നു അല്ലേ, അവരൊക്കെ ഇങ്ങനെ പരിപാലിക്കുന്നു. ദെൻ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. 3rd പിക്ചറിൽ. ഓക്കെ, ദെൻ നമ്മുടെ അനു പറയാണ്, അനു എന്താ പറയുന്നത്, മൈ പാരൻസ് റൺ എ ഷോപ്പ് ദാറ്റ് സെൽസ് യൂണിഫോം ആൻഡ് അതർ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. എന്താണ് അനു പറയുന്നത്, മൈ പാരൻസ്, എൻ്റെ പാരൻസ് ഒരു തുണിക്കട തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവിടെ യൂണിഫോംസുകൾ വിൽക്കുന്നുണ്ട്. അതുപോലെ അപ്പ ലീവ്സ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് മാ ജോയിൻസ് ഹിം ഇൻ ദ ഷോപ്പ് ആഫ്റ്റർ വി ലീവ് ഫോർ സ്കൂൾ. അവിടെ അപ്പ എന്താ ചെയ്യുന്നത്, രാവിലെ തന്നെ ഷോപ്പിൽ പോയിരിക്കും. ഓക്കെ, അങ്ങനെ അവരുടെ മദർ എന്താ ചെയ്യുന്നത്, അവരെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടയച്ചിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് ആര് പോകുന്നത്, അമ്മ പോകുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, Ma is usually back by the time we return home from school. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും ആര് വന്നിട്ടുണ്ടാവും, അമ്മ വന്നിട്ടുണ്ടാവും. She also contributes to a voluntary group that teaches knitting to the women in the community. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് സ്ത്രീകൾക്ക് അവരെന്ത് ചെയ്യുന്നു, തുന്നൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഡു യു റിമെമ്പർ മൈ എൽഡർ ബ്രദർ റോഹൻ. നീ എൻ്റെ ചേട്ടനെ ഓർക്കുന്നുണ്ടോ? You met him when he came to pick up from school, from school. എന്നെ സ്കൂളിലേക്ക് വിളിക്കാൻ വന്നപ്പോൾ നീ കണ്ടിട്ടുണ്ടാവും എൻ്റെ ബ്രദറിനെ. ഹി ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആൻഡ് വർക്ക്സ് ഇൻ എ കമ്പനി ദാറ്റ് മേക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓൺ ദ വീക്കെൻഡ്, നമ്മുടെ വീക്കെൻഡിൽ, നമ്മുടെ സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിൽ he volunteers to teach computer skills to those who have joined the youth development program
ഓഫ് ദ നിയർ ബൈ കോളേജ്. അടുത്തുള്ള കോളേജിൽ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സ്കിൽസിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അല്ലേ അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സ്കിൽസിനെ കുറിച്ച് പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മദർ എന്താ ചെയ്യുന്നത്? മദർ അച്ഛൻ്റെ ഷോപ്പിൽ പോയിട്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്, അതിനുശേഷം അവിടെ ഒരു കമ്മ്യൂണിറ്റിക്ക് നിറ്റിംഗ് അല്ലേ തുന്നൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു വ്യക്തി തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ദെൻ സോ ഇവിടെ ബോക്സ് ഉണ്ട് അല്ലേ. വാട്ട് ആക്ടിവിറ്റീസ് ഡിഡ് ദ പീപ്പിൾ ഇൻ അനൂസ് ആൻഡ് കബീർ സ്റ്റോറി എൻഗേജ് ഇൻ മെൻഷൻ ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. സോ ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ്, ആക്ടിവിറ്റീസ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദെൻ സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് ദ വൺസ് ഡിസ്കസ്ഡ് അബവ് ആർ ഡിവൈഡ് ഇൻ 2 ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് അല്ലേ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ജോലി വർക്കുകൾ കണ്ടില്ലേ. യെസ്, സോ അത് നമുക്ക് 2 കാറ്റഗറി ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, സോ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ദാറ്റ് ഇൻവോൾവ് മണി ഓർ ആർ പെർഫോംഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി ഓർ മണീസ് വർത്ത് ഫോർ ദി പാർട്ടീസ് ഇൻവോൾവ്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് പേഴ്സൺ സെല്ലിംഗ് സ്കൂൾ ബാഗ്സ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മുടെ പിക്ചറിലുണ്ട്, നെക്സ്റ്റ് പേജിൽ പിക്ചറിലുണ്ട് അല്ലേ. എന്താ ചെയ്യുന്നത്? ഒരു പേഴ്സൺ, അദ്ദേഹം ബിസിനസ് ചെയ്യുകയാണ് അല്ലേ. ബാഗ് മാർക്കറ്റിൽ, സ്കൂൾ ബാഗ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ്, എ ഫാർമർ സെല്ലിംഗ് പ്രൊഡ്യൂസ് ഇൻ ദ മാർക്കറ്റ് അല്ലേ. ഒരു പച്ചക്കറി കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സെക്കൻഡ് പിക്ചറിൽ. യെസ്, ദെൻ തേർഡ് വൺ, എ ലോയർ ആർഗ്യൂയിങ് എ കേസ് ആൻഡ് ഏർണിംഗ് എ ഫീ. കേസ് വാദിക്കുന്നുണ്ട് അല്ലേ. ഒരു ലോയർ ഇവിടെ കേസ് വാദിക്കുന്നുണ്ട്, അതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഫീ കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ബിസിനസ് മാൻ ആണെങ്കിലും ഫാർമറിനാണെങ്കിലും ഒക്കെ ക്യാഷിന് വേണ്ടിയിട്ട് അല്ലേ, ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും ഒക്കെ. ഇപ്പം ഈ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും അവർക്കൊരു ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ദെൻ എ ട്രക്ക് ഡ്രൈവർ ട്രാൻസ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ. ഇവിടെ ട്രക്ക് ഡ്രൈവർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അതിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ് കിട്ടുന്നുണ്ട്. യെസ്, ദെൻ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ എ കാർ മാനുഫാക്ചറിങ് ഫാക്ടറി. ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലി ചെയ്യുകയാണ്, അതിലൂടെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മളതിനൊരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. സോ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ദാറ്റ് ഡു നോട്ട് ജനറേറ്റ് ഇൻകം ഓർ വെൽത്ത് ബട്ട് ആർ ഡൺ ഔട്ട് ഓഫ് ഫീലിങ്സ് ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, കെയർ ആൻഡ് റെസ്പെക്റ്റ് അല്ലേ. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇൻകം കിട്ടില്ല, വരുമാനം കിട്ടില്ല, ഓർ വെൽത്ത് സമ്പത്ത് ക്യാഷ് കിട്ടില്ല. ബട്ട് ആർ ഡൺ ഔട്ട് ഓഫ് ഫീലിങ്സ്, പക്ഷെ നമുക്കൊരു ഹാപ്പി, ഒരു നല്ലൊരു ഫീലിംഗിന്, അതുപോലെ ലവ്, കെയർ, റെസ്പെക്റ്റ്, സ്നേഹം, പരിപാലനം, അതുപോലെ ബഹുമാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് പാരൻസ് കുക്കിംഗ് ഫുഡ് ഫോർ ദി ഫാമിലി അല്ലേ. നമ്മുടെ പാരൻസ്, നമ്മുടെ പ്രത്യേകിച്ച് മദേഴ്സ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്, അത് അത് ക്യാഷിന് വേണ്ടിയിട്ടില്ല, അതൊരു നല്ലൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതൊരു ലവ്, കെയർ ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ വിത്ത് സ്കൂൾ വർക്ക് അല്ലേ. നമ്മുടെ കുട്ടികളെ സ്കൂൾ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കെയറിങ് ആണ്. ആൻഡ് യൂത്ത് ടേക്കിംഗ് കെയർ ഓഫ് ഗ്രാൻഡ് പാരൻസിനെ കെയർ ചെയ്യുന്നതും ഒരു ലവ്, റെസ്പെക്റ്റ്, കെയർ കൊണ്ട് മാത്രമാണ്. ഫാമിലി മെമ്പേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ദ റിനോവേഷൻ ഓഫ് ദി ഹൗസ് എക്സെട്ര. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും റിനോവേഷൻ ജോലികൾ, വീട്ടിൽ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അത് നമ്മളെ ഗ്രാൻഡ് പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദീസ് ആർ ദി നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. സോ ഇൻ അനൂസ് ആൻഡ് കബീർ സ്റ്റോറി, അനുവിൻ്റെ കബീറിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ ഗീത ആൻറ്റിനെ കണ്ടു അല്ലേ. അവർ പറയുമ്പം കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു ആൻറ്റിനെ നമ്മൾ കണ്ടു. ദ എയർഫോഴ്സ് പൈലറ്റ് റിസീവ്സ് എ സാലറി.
നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലൊരു പൈലറ്റാണ് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു സാലറി കിട്ടുന്നുണ്ട് അല്ലേ, ഒരു ക്യാഷ് മണി അല്ലെങ്കിൽ ഒരു വെൽത്ത് ഇൻകം കിട്ടുന്നുണ്ട്. ഷീ സെർവ്സ് ദ കൺട്രി ആൻഡ് പെർഫോം ആൻ എക്കണോമിക് ആക്ടിവിറ്റി ടു. അവർ നമ്മളെ അല്ലേ നമ്മുടെ കൺട്രിയെ രക്ഷിക്കുന്നു, നമ്മുടെ ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. സോ നമുക്കിതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് നമുക്കിത് പറയാം. ദെൻ അനുവിൻ്റെ ബ്രദർ രോഹൻ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി. ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടി അവർ ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് ഗിവൺ എ സാലറി ഫോർ ഇറ്റ്. അതിന് അവർക്ക് ബ്രദറിന് എന്തുണ്ട്, ഒരു സാലറി കിട്ടുന്നുണ്ട്. ഓവർ ദി വീക്കെൻഡ് ആകുമ്പം ഹി ഓൾസോ വളണ്ടിയേഴ്സ് അറ്റ് ദി യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ദി നിയർ ബൈ കോളേജ് വെർ ഹി ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സ്കിൽസ് ടു യങ് അഡൽട്സ്. ദിസ് ഈസ് എ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. സോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അവർക്കൊരു സാലറി കിട്ടുന്നുണ്ട്. അതുപോലെ വീക്കെൻഡിൽ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സ്കിൽസ്. ഇതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതിന് അവർ സാലറി വാങ്ങിക്കുന്നില്ല. ഓക്കെ, ദെൻ ലുക്ക് ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് പലതരത്തിലുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാവ്യ വാസ് എക്സൈറ്റഡ് ടു ഗോ ടു ഹെർ ഓൺസ് ഹൗസ് ഇൻ ദ വില്ലേജ് ഓഫ് കമൽപൂർ. കാവ്യയുടെ ആണ്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ദ വേ ഷീ സോ ദാറ്റ് എ ഹൈവേ വാസ് ബീൻ ബിൽഡ് നിയർ ദ വില്ലേജ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾ എന്ത് കാണുകയാണ് അല്ലേ, വില്ലേജിൻ്റെ അടുത്ത് ഒരു വലിയ ഹൈവേ ഉണ്ടാക്കാൻ പോവുകയാണ്. ആൻഡ് ദ കൺസ്ട്രക്ഷൻ സൈറ്റ് വാസ് അബ്യൂസ് വിത്ത് ആക്ടിവിറ്റി. അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഭയങ്കര അബ്യൂസ് മീൻസ് ഭയങ്കര സൗണ്ടും ഒക്കെ ആയിട്ട് പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാർജ് മെഷീൻസ് അല്ലേ, വലിയ വലിയ മെഷീൻസുകൾ സച്ച് ആസ് എക്സ്കവേറ്റേഴ്സ് ആൻഡ് ബുൾഡൗസേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവിടുത്തെ ഹൈവേൻ്റെ ജോലി ഭയങ്കര തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെർ ബീൻ ഓപ്പറേറ്റഡ് ബൈ ഡെഡിക്കേറ്റഡ് ടെക്നീഷ്യൻസ്. അതിനൊക്കെ പ്രത്യേകമായിട്ടല്ലേ നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ന്യൂ ഹൈവേ പ്രോമിസ് ടു റെഡ്യൂസ് ദ ട്രാവൽ ടൈം ടു നിയറസ്റ്റ് ടൗൺ ഫ്രം 5 hours to just 2 hours. ഈ ഒരു ഹൈവേ വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം അല്ലേ 5 മണിക്കൂറുള്ളത് 2 മണിക്കൂറായിട്ടൊക്കെ കുറയും. കാവ്യ തോട്ട് ദാറ്റ് ഷീ വുഡ് ബി ഏബിൾ ടു വിസിറ്റ് ഹെർ ഹോൺസ് മോർ ഓഫൻ വൺസ് ദ ഹൈവേ വാസ് റെഡി. ഹൈവേ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് എനിക്ക് എളുപ്പമായിട്ട് പോകാമെന്നാണ് ഇവിടെ നമ്മുടെ കാവ്യ വിചാരിക്കുന്നത്. സിൻസ് ഇറ്റ് വുഡ് ടേക്ക് ലെസ് ടൈം ടു ട്രാവൽ ദർ. അപ്പം കുറച്ച് സമയമേ എടുക്കുള്ളൂ. ഹൈവേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫാസ്റ്റായിട്ട് എനിക്ക് പോവാം എന്നാണ് പറയുന്നത്. ഓക്കെ, then Kavya ran to happy with this thought, Kavya ran to greet her aunt and to eat the delicious jalebis that she had made. അവളിത് ആലോചിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴേക്കും അവൾ ആൻഡ് ജിലേബി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോ അത് അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. they were joined by Kavya's uncle who had just returned home from work. അപ്പോൾ അവരെ അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് എന്താണ് വീട്ടിലേക്ക് വന്നതാണ്. സോ ഹീസ് എ ടെക്നീഷ്യൻ ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്താണ് ടെക്നീഷ്യനാണ് അങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റ് എ ബുൾഡൗസർ. ഒരു ബുൾഡൗസർ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യാനും അങ്കിളിനെ അറിയാം. ഹി റിസീവ്സ് എ മന്ത്ലി സാലറി ഫോർ ഹിസ് സർവീസസ്. അതിന് എന്ത് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു മന്ത്ലി സാലറി കൂടി കിട്ടുന്നുണ്ട്. The next day Kavya's aunt wake up at early to finish her share of the household chores and left for work. അപ്പോൾ രാവിലെ കാവ്യയുടെ ആൻറ്റി വേഗം എഴുന്നേറ്റിട്ട് അവളുടെ വർക്കൊക്കെ ജോലികളൊക്കെ തീർത്തിട്ട് എവിടേക്ക് പോകാനുണ്ട്, ജോബിന് പോകാനുണ്ട്, വർക്കിന് പോകാനുണ്ട്. ഓക്കെ, വി ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ ഷീ ഈസ് എംപ്ലോയിഡ് അറ്റ് ദി വില്ലേജ് പോസ്റ്റ് ഓഫീസ്. നമ്മുടെ വില്ലേജിൽ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ കാവ്യയുടെ ആൻറ്റി. ആൻഡ് ഈസ് പെയ്ഡ് എ മന്ത്ലി സാലറി. മാസം ഒരു സാലറി കൂടി കിട്ടും. ഓക്കെ, ഇൻ ദി ഈവനിങ് ആഫ്റ്റർ ഹെർ ഓഫീസ് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഷീ ഓൾസോ കണ്ടക്ട് ഓൺലൈൻ ക്ലാസ്സസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ ഫോർ സ്കൂൾ എക്സാംസ്. ബാങ്കിൽ ജോലിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ പിക്ചർ കണ്ടോ, പിക്ചറിലേക്ക് നോക്കിക്കേ. യെസ്, കാവ്യയുടെ ആൻറ്റി ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം അത് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ, നമ്മൾ എടുക്കുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഷീ ചാർജസ് എ വീക്ക്ലി ഫീ ഫോർ ദീസ് ക്ലാസ്സസ്. ആ ക്ലാസ്സസിൻ്റെ ഒരു ആഴ്ചയിൽ കുറച്ചൊരു ഫീയും അവർ വാങ്ങിക്കുന്നുണ്ട്. ഓൺ ദ വീക്കെൻഡ് കാവ്യ വിസിറ്റഡ് എ ലോക്കൽ മാംഗോ ഓർച്ചാർഡ് വിത്ത് ഹെർ ആൻഡ് ടു ഹാവ് സം ഡിലീഷ്യസ് മാംഗോ. അങ്ങനെ കുറച്ച് നല്ല മാംഗോ കഴിക്കാമെന്ന് വിചാരിച്ച് ആൻറ്റിൻ്റെ കൂടെ അവർ മാംഗോൻ്റെ തോട്ടത്തേക്ക് വന്നു. Then she saw Sahil, a farmer laborer who was using a tractor.
ചുറ്റിൽ എ ഫാമേഴ്സ് ലാൻഡ് നിയർ ബൈ. അപ്പോൾ അവിടെ വെച്ചിട്ട് അല്ലേ ആ പിക്ചർ നമുക്ക് കാണാം. ഒരു സാഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർഷകൻ, ഒരു ലേബറർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലാൻഡിൽ അല്ലേ ഇങ്ങനെ ട്രാക്ടർ ഓടിച്ച് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കിളർക്കുന്നുണ്ട്, അങ്ങനെ ഉഴുത് മറിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഹി ഏൺസ് എ ഡെയിലി വേജ് ഫോർ ഹിസ് എഫേർട്ട്. അവരുടെ ജോലിക്ക് ഒരു ഡെയിലി വേജ് ആണ്. ഡെയിലി വേജ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ദിവസക്കൂലി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇന്ന് ദിവസത്തെ പണിയെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം അതിൻ്റെ കൂലി വാങ്ങിക്കില്ലേ. സോ ദാറ്റ് ഈസ് ഡെയിലി വേജ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന പണിക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പം അതിനൊരു പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. ഹി ഗെറ്റ് സം പേയ്മെൻറ്റ് ഫോർ ഹിസ് വർക്ക് ഇൻ ക്യാഷ്. അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി പേയ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് മാംഗോസ് ഫോർ ഈക്വൽ വാല്യൂ. ബാക്കിയുള്ള അതിന് അദ്ദേഹത്തിന് കുറച്ച് മാങ്ങ കൊടുക്കും. ഓക്കെ, ആ ക്യാഷിൻ്റെ അതേ വാല്യൂവിൽ കുറച്ച് മാംഗോസും കൊടുക്കും. ദ മാംഗോസ് ദാറ്റ് ഹി റിസീവ്സ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് വർക്ക് ആർ കോൾഡ് പേ ഇൻ കൈൻഡ്. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന മാംഗോക്ക് നമ്മൾ പേ ഇൻ കൈൻഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ എ നോൺ ക്യാഷ് പേയ്മെൻറ്റ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഫോർ ദി വർക്ക് പെർഫോംഡ്. അപ്പം നമ്മൾ ചെയ്ത ജോലിക്ക് ക്യാഷ് അല്ലാതെ മറ്റു രീതിയിൽ നമ്മൾക്ക് തരുന്ന പേയ്മെൻറ്റ്, അതേ നമ്മൾ പേയ്മെൻറ്റ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ 189 ആ ഒരു സൈഡിലുണ്ട് പേയ്മെൻറ്റ് ഇൻ കൈൻഡ് എന്താണെന്ന്. അതായത് അദ്ദേഹത്തിനുള്ള വേജ് കിട്ടും, അതിന് ഉപരി കുറച്ച് മാംഗോസ്, അവരുടെ വർക്ക് ചെയ്തതിന് കുറച്ച് മാംഗോസ് കൂടി അവരുടെ വർക്കിൻ്റെ ആ ഒരു വാല്യൂ അനുസരിച്ചിട്ട്, ക്യാഷിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് അവർക്ക് കുറച്ച് മാംഗോസും കൂടി കിട്ടാറുണ്ട്. ദാറ്റ് ഈസ് പേ ഇൻ കൈൻഡ്.